ശ്വാസം മുട്ടിക്കുന്ന ഇരുട്ട്, ചുറ്റിലും ആഴക്കടലിൻ്റെ ഇരമ്പൽ മാത്രം. രക്ഷിക്കാൻ ആരുമില്ലെന്ന് ഉറപ്പായ നിമിഷം. നിങ്ങൾ എപ്പോഴെങ്കിലും അത്തരമൊരു മാനസികാവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടോ? ജീവിതം ഒരു വലിയ പരാജയമാണെന്ന് ലോകം വിധിയെഴുതുമ്പോൾ, എല്ലാ വാതിലുകളും അടഞ്ഞുവെന്ന് തോന്നുമ്പോൾ അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസ് നമ്മോട് സംസാരിക്കുന്നത് ഇത്തരം പ്രതിസന്ധികളെ കുറിച്ചാണ്. നിരാശയുടെ ആഴക്കടലിൽ നിന്ന് പ്രത്യാശയുടെ തീരത്തേക്ക് ഒരു മനുഷ്യനെ എങ്ങനെ നയിക്കാമെന്ന് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. യൂനുസ് നബിയുടെ ചരിത്രം കേവലം ഒരു കഥയല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തോടുള്ള ഓർമ്മപ്പെടുത്തലാണ്. തൻ്റെ ജനതയോടുള്ള ദേഷ്യത്തിൽ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ അദ്ദേഹം കപ്പൽ കയറി. പക്ഷേ പടച്ചോൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. അദ്ദേഹം കടലിലേക്ക് എറിയപ്പെട്ടു. ഒരു കൂറ്റൻ തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങി. ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ, കടലിൻ്റെ ആഴങ്ങളിലെ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്, തിമിംഗലത്തിൻ്റെ വയറ്റിനുള്ളിലെ ഇരുട്ട്. 3 തരം കനത്ത ഇരുട്ടുകൾ അദ്ദേഹത്തെ പൊതിഞ്ഞ്. അവിടെ വെച്ച് അദ്ദേഹം ഒരു കാര്യം തിരിച്ചറിഞ്ഞു: തൻ്റെ റബ്ബല്ലാതെ തനിക്ക് മറ്റൊരു രക്ഷകനുമില്ല എന്ന്. നമ്മുടെ ജീവിതത്തിലും കടബാധ്യതകൾ, രോഗങ്ങൾ, ഒറ്റപ്പെടൽ എന്നീ തിമിംഗലങ്ങൾ നമ്മളെ വിഴുങ്ങാറില്ലേ? അവിടെയാണ് നമ്മൾ ചൊല്ലേണ്ട ഒരു മഹാമന്ത്രം പിറന്നത്: ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. സൂറത്ത് യൂനുസിലെ 12-ാം വചനം നമ്മുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മളൊരു വിഷമം വരുമ്പോൾ നമ്മൾ കിടന്നും ഇരുന്നും നിന്നും അള്ളാഹുവിനെ വല്ലാതെ വിളിക്കും. പരീക്ഷാഫലം വരുന്നത് വരെ, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്നത് വരെ നാം കാണിക്കുന്ന ആ തഖ്വ. എന്നാൽ ആ ഒരു വിഷമം അള്ളാഹു ഒന്ന് നീക്കി തന്നാലോ, പിന്നെ നമ്മൾ അവനെ മറക്കും. ഒരിക്കൽ പോലും അവനോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ഒരാളെപ്പോലെ നമ്മൾ അഹങ്കാരത്തോടെ നടക്കും. സുഹൃത്തുക്കളെ, സന്തോഷമുള്ളപ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നവനെയാണ് കഷ്ടപ്പാടുള്ളപ്പോൾ അള്ളാഹു പെട്ടെന്ന് സഹായിക്കുക. നമ്മുടെ മാറ്റത്തിനുള്ള സമയം ഇപ്പോഴാണ് എന്ന് സൂറത്ത് യൂനുസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഫിറൗന്റെ ചരിത്രത്തിലൂടെയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരി. മരണം തൊട്ടു മുന്നിൽ കണ്ടപ്പോൾ, വെള്ളം മൂടിയപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അള്ളാഹു ചോദിച്ചു, ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത് എന്നാണ്. എല്ലാം നഷ്ടപ്പെട്ട ശേഷം മടങ്ങുന്നതിലല്ല, ആരോഗ്യവും ആയുസ്സും ഉള്ളപ്പോൾ അള്ളാഹുലേക്ക് തിരിയുന്നതിലാണ് വിജയം. ഫിറൗന്റെ ശരീരം ഇന്നും ഒരു ദൃഷ്ടാന്തമായിട്ട് ബാക്കിയുള്ളത് നമുക്ക് വേണ്ടിയാണ്. ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവയാൽ തളരുന്ന ആധുനിക മനുഷ്യന് ഈ സൂറത്ത് നൽകുന്ന വാഗ്ദാനം വളരെ വലുതാണ്. ഹൃദയത്തിലുള്ള രോഗങ്ങൾക്കുള്ള ശമനമാണ് ഖുർആൻ എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ പേടിയും നിരാശയും മാറ്റാൻ ഇതിലെ ഓരോ വചനവും ഒരു മരുന്നായി പ്രവർത്തിക്കും. അള്ളാഹുവിൻ്റെ മിത്രങ്ങൾക്ക് നാളെക്കുറിച്ച് ഭയമില്ല, ഇന്നലെക്കുറിച്ച് ദുഃഖവുമില്ല. ആ സമാധാനം ലഭിക്കാൻ നമ്മൾ അള്ളാഹുലേക്ക് ആത്മാർത്ഥമായിട്ട് മടങ്ങുകയേ ചെയ്യേണ്ടു. മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിജയങ്ങളെ തടയാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? എങ്കിൽ സൂറത്ത് യൂനുസിലെ 107-ാം വചനം ഹൃദയത്തിൽ കുറിച്ചിടുക. അള്ളാഹു നിങ്ങൾക്ക് ഒരു ഗുണം ഉദ്ദേശിച്ചാൽ അത് തടയാൻ ലോകത്ത് ആർക്കും കഴിയില്ല. അവനൊരു വാതിൽ അടച്ചാൽ അതിനേക്കാൾ മികച്ച മറ്റൊന്ന് തുറന്നു തരും. യൂനുസ് നബിക്ക് കപ്പലിലെ യാത്ര തടസ്സപ്പെട്ടത് കൊണ്ടാണ് ഒരു ജനത മുഴുവൻ രക്ഷപ്പെട്ടത്. നിങ്ങളുടെ പരാജയങ്ങൾ അള്ളാഹു നിശ്ചയിച്ച വലിയൊരു വിജയത്തിൻ്റെ തുടക്കമായിരിക്കാം. പ്രിയ സുഹൃത്തുക്കളെ, ജീവിതത്തിലെ തിരമാലകൾ എത്ര വലുതായാലും പതറരുത്. യൂനുസ് നബി വിളിച്ചതുപോലെ ആ വിളി നമ്മുടെ നാവിലും ഹൃദയത്തിലും ഉണ്ടാകട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് സത്യവിശ്വാസികൾ ഒരിക്കലും നിരാശരാകില്ല. വിധികർത്താക്കളിൽ ഉത്തമനായ അള്ളാഹുവിൻ്റെ വിധി വരുന്നതുവരെ ക്ഷമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കൊരു ചെറിയ ആശ്വാസമെങ്കിലും നൽകിയെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇത്തരം പോസിറ്റീവ് ചിന്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അള്ളാഹു നമ്മെ എല്ലാവരെയും ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും യാ റബ്ബൽ ആലമീൻ.